191 NDA. തിരുവനന്തപുരത്ത് ഇതുവരെയും ശശി തരൂരിന് ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. അവിടെ രാജീവ് ചന്ദ്രശേഖറിന് തപാൽ വോട്ടുകൾ ഒരു ഘട്ടത്തിലും മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ തപാൽ വോട്ടുകളിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കുന്നത് 905 വോട്ടോടെ ഇപ്പോൾ ഇടുക്കിയിൽ UDF ആണ് അല്ലെ. ഇടുക്കിയിൽ വലിയ മുന്നേറ്റമാണ്. അതുപോലെ തന്നെ LDFന് സഹായകരമായിരുന്നു. ഇവിടെ വടകരയിൽ സഹായം കിട്ടുകയാണ് തപാൽ വോട്ടുകളിൽ. കോഴിക്കോട് പക്ഷേ UDF ആണ്, കണ്ണൂരിലും UDF ആണ്, കാസർഗോഡ് സാധാരണ ആ സ്ഥലങ്ങളിലൊക്കെ തപാൽ വോട്ടുകളിൽ എല്ലാ തവണയും LDF ആണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ ചിത്രം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും തൃശ്ശൂരിൽ വീണ്ടും LDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. തൃശ്ശൂരിൽ LDF വീണ്ടും ലീഡ് തിരിച്ചുപിടിക്കുന്നു. ഈ തപാൽ വോട്ടുകളാണ് തൃശ്ശൂരിൽ ഒരു ചെറിയ സമയത്തേക്ക് NDAക്ക് ലീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും LDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. വീണ്ടും 12 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ LDF ലീഡ് ചെയ്യുന്നു. വടകരയിൽ 320, ആറ്റിങ്ങലിൽ 111, കൊല്ലത്ത് 17, തൃശ്ശൂരിൽ 11 വോട്ടുകൾ, ആലത്തൂരിൽ 22, പാലക്കാട്ട് 22. ഇങ്ങനെയാണ് NDAയുടെ 7 സീറ്റുകളുടെ ലീഡ് നില ഈ ഘട്ടത്തിൽ. പത്തനംതിട്ടയിൽ 252 വോട്ടുകൾക്കാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ LDF ലീഡ് ചെയ്യുന്നത് 252 വോട്ടുകൾ കടന്നു. ഇന്ത്യ സഖ്യം 200, ക്ഷമിക്കണം, NDA സഖ്യം 200 കടന്നു. ലീഡ് നിലയിൽ NDA സഖ്യം BJP സഖ്യം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് കൂടുതൽ കൃത്യമായിട്ട് അതിലെ വിവരം കിട്ടും. ഇന്ത്യയും പെട്ടെന്ന് മാറിപ്പോകും. പക്ഷേ NDA സഖ്യം എന്ന BJP സഖ്യം 220 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 114 നില മെച്ചപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ സഖ്യം. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു BJP എന്ന പ്രത്യേകത കൂടിയുണ്ട്. സമീപത്തേക്ക് വരികയാണ് ലീഡ് നിലയിൽ 220. രാജ്യത്ത് ഭരണ തുടർച്ചയുടെ സൂചനകൾ തന്നെ. അതിന് മാറ്റമില്ല എന്ന് പറയാം. ഏറ്റവും പുതിയ അപ്ഡേറ്റ്, തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു എന്ന തിരുവനന്തപുരത്ത് BJP 5 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖർ 5 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നു. നേരത്തെ ശശി തരൂർ ലീഡ് ചെയ്തിരുന്ന തിരുവനന്തപുരത്ത് 5 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ശശി തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ തരൂരിന് ആദ്യ ലീഡ് നിലയിൽ തരൂരായിരുന്നു മുന്നിൽ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ 5 വോട്ടുകൾക്ക്, തപാൽ വോട്ടുകളിൽ 5 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നു. EVM മെഷീൻ കൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലായിടത്തും ഇനി അപ്ഡേറ്റുകൾ വേഗത്തിൽ വരും. EVM മെഷീനിലേക്ക് കൃത്യം 8:30 തന്നെ EVM മെഷീനുകളുടെ വോട്ടെണ്ണൽ തുടങ്ങുകയാണ്. ഇനി പടപടാന്നായിരിക്കും റിസൾട്ട് വരുന്നത്. ഇനി പെട്ടെന്ന് ഒറ്റ റൗണ്ടിൽ 98 ബൂത്തുകളാണ് എണ്ണുന്നത്. അങ്ങനെ വരുമ്പോൾ 12 മുതൽ 16 വരെ റൗണ്ടുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകും. അങ്ങനെ പുതിയ ഫലങ്ങൾ വന്നു തുടങ്ങും അല്പസമയത്തിനകം. നോക്കുക, ഇപ്പോൾ വേഗത്തിൽ നോക്കുമ്പോൾ ഫലസൂചനകളിൽ ഇടതുമുന്നണിക്ക് ലീഡ് ഉണ്ടെങ്കിൽ അത് തപാൽ വോട്ടുകളുടെ കണക്കാണ്. EVM മെഷീനിൽ വരുമ്പോൾ ഇതിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാം. കാരണം സംസ്ഥാനത്തിന്റെ പൊതുതരംഗത്തിന്റെ സൂചനകൾ വരുന്നത് ഒരു UDFന് അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ ആ സൂചന EVM മെഷീനുകളിലായിരിക്കും പ്രകടമാകും. BJP മാത്രം 200 സീറ്റുകളിലേക്ക് ഇപ്പോൾ കുതിച്ചെത്തുന്നു. 224ലേക്ക് NDA സഖ്യം എത്തുന്നു. അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA സഖ്യം വളരെ വേഗം ഓടി അടുക്കുകയാണ്. 200 സീറ്റുകൾ രാജ്യത്തുടനീളം BJP ഇതിനകം ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ EVM മെഷീനുകളിലെ വോട്ടെണ്ണൽ കൂടി ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ ഇനി ലീഡ് നില പ്രേക്ഷകരിലേക്ക് എത്തും. 221 ഇപ്പോൾ NDAയുടെ ലീഡ് നില. 231 BJP സഖ്യത്തിന് 123 ഇന്ത്യ സഖ്യം. ഉത്തർപ്രദേശിൽ 45 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത് BJP സഖ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കർണാടകത്തിൽ BJPയുടെ തേരോട്ടമാണ്. ലീഡ് ചെയ്യുന്നു. ആന്ധ്രയിൽ 13 സ്ഥലങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. NDA TRS സഖ്യം ആന്ധ്രയിൽ 13 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ആന്ധ്രയിൽ TDPയുടെ സഖ്യവുമായി ഇപ്പോൾ മുന്നേറുന്നത് NDA ആണ്. മധ്യപ്രദേശിലെ 21 സീറ്റുകളിൽ 20 BJP ആണ്, ഒരിടത്ത് മാത്രം കോൺഗ്രസ്. ഹിന്ദി മേഖലയിൽ BJP മാത്രം എന്നതാണ് ചിത്രം. പഞ്ചാബിൽ 4 കോൺഗ്രസും 2 BJPയും. ആം ആദ്മി തൽക്കാലം തുടക്കത്തിൽ ചിത്രത്തിലില്ല. 4 പഞ്ചാബിൽ കോൺഗ്രസ്, 2 BJP, ആം ആദ്മി പാർട്ടി ചിത്രത്തിലില്ല. അതാണ് സാഹചര്യം. മഹാരാഷ്ട്രയിൽ ചിത്രം മാറുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ പോരടിക്കുകയാണ്, മത്സരിക്കുകയാണ് ഇന്ത്യ മുന്നണി. NDAക്കൊപ്പം നിന്നുകൊണ്ട് 16 മുന്നേറ്റം.
ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം 26 NDA മുന്നേറ്റം തുടരുകയാണ്. DMK സഖ്യമാണ്. അവിടെ BJPക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉത്തർപ്രദേശിൽ 45-21 എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും BJP ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അത് തിരുവനന്തപുരമാണ്. അതേസമയം 10 സീറ്റുകളിൽ LDF, 8 സീറ്റുകളിൽ UDF എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക്. ഡിജിറ്റ് മാറുന്നുണ്ട്. ആറ്റിങ്ങലിലും കൊല്ലത്തും മാവേലിക്കരയിലും പത്തനംതിട്ടയിലും ഇപ്പോഴും LDFന്റെ ലീഡ്. തൃശ്ശൂരിൽ LDFനാണ് ഇപ്പോൾ വീണ്ടും ലീഡ്. ദേശീയ തലത്തിൽ ചിത്രം 250ലേക്ക് അടുക്കുക. 250 പിന്നിടുന്നു. ഭൂരിപക്ഷത്തിലേക്ക് NDA കുതിച്ചെത്തുന്നു. 250 കടന്നു NDA സഖ്യം. 20 സീറ്റുകൾ മാത്രം വന്നാൽ ലീഡിന്റെ കാര്യത്തിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തുകയാണ്. അങ്ങനെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഒരു ടൈറ്റ് ഫൈറ്റ് വരുന്നത് അല്ലേ? കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി കർണാടകയിൽ BJPയുടെ വലിയ കുതിപ്പാണ്. 14 ഇടങ്ങളിൽ BJP ലീഡ് ചെയ്യുന്നു. 4 ഇടങ്ങളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ LDFന്റെ 8 വോട്ടുകൾ മാറി ഇപ്പോൾ KC ആണ് ലീഡ് ചെയ്യുന്നത്. ആലത്തൂരിലാണ് LDFന്റെ വലിയ ലീഡ്. കാസർഗോഡ് ഇപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് തുടരുന്നു. ആലപ്പുഴയിൽ ഇപ്പോൾ LDF അല്ല, ഇപ്പോൾ UDF ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് മുന്നേറുന്നു. വടകരയിൽ ഇപ്പോൾ ലീഡ് നില 3161. ഒരുപക്ഷെ ഏറ്റവും വലിയ ലീഡിലേക്ക് ഇടുക്കിയിൽ UDF കുതിക്കുന്നു എന്നുള്ളതാണ്. 3161 വോട്ടുകൾ ലീഡ് ഇടുക്കിയിൽ UDFന്. വടകരയിൽ ഇപ്പോഴും LDF ലീഡ് 320. LDF ആറ്റിങ്ങലിൽ 337 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നുണ്ട്. വടകരയിലും ആറ്റിങ്ങലിലും അടക്കം ലീഡുകൾ. വടകരയിൽ 320 നിൽക്കുന്നു. ഒപ്പം കൊല്ലത്ത് 187 വോട്ടുകൾക്ക്, മാവേലിക്കരയിൽ 132 വോട്ടുകൾക്ക്, തൃശ്ശൂരിൽ LDF രാജ്യത്ത് ഭരണ തുടർച്ച അതിന്റെ സൂചനകൾ. മൂന്നാം തവണയും നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ഒരുങ്ങുന്നു. രാജ്യത്ത് ഭരണ തുടർച്ച 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കുതിക്കുന്നു NDA എന്നുള്ളതാണ്. അതിൽ 20 സീറ്റുകൾ മാത്രമാണ് ഘടകകക്ഷികളുടേത്. ബാക്കി 252 കടന്നു. അത് 250 കടന്ന് BJP BJP ഒറ്റയ്ക്ക് 253 ഇപ്പോൾ BJP സഖ്യം. അതിൽ BJP ഒറ്റയ്ക്ക് 219 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ശശി തരൂർ 37 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിലാണ് വലിയ ലീഡ്. ഇടുക്കി ശ്രദ്ധിക്കണം. ഇടുക്കിയിലെ ലീഡ് നിലയിൽ പോലും 3000-ലധികം വോട്ടുകൾ UDFന് ഉണ്ടാകുന്നുവെങ്കിൽ ഒരുപക്ഷെ EVM മെഷീനിലേക്ക് വരുമ്പോൾ അത് ചിത്രം വലിയൊരു 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം UDFന് ഉണ്ടാക്കി കൊടുത്ത മണ്ഡലമാണ് ഇടുക്കി. അവിടെയാണ് ഇത്തവണ UDF കൂടുതൽ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴും ടൈറ്റ് ഫൈറ്റ് ആണ്. 23-15. ബാക്കി വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ മുന്നേറ്റമാണ്. ഡൽഹിയിൽ ഇപ്പോഴും 7-7 അല്ലേ? 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP കുതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ മാത്രം, അതായത് 543-ൽ 404 മണ്ഡലങ്ങളിലെ ലീഡ് നില പുറത്തു വരുമ്പോൾ മാത്രം BJP NDA സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ രാജ്യത്ത് വീണ്ടും മോദി തരംഗം, രാജ്യത്ത് വീണ്ടും NDA അധികാരത്തിലേക്ക്. മൂന്നാം തവണയും നരേന്ദ്രമോദി കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പം 15-14 എന്നുള്ളതാണ്. ബംഗാളിൽ തൃണമൂലിനെ BJP അട്ടിമറിക്കുമോ? ബംഗാളിൽ ഒരു സീറ്റിന്റെ മാത്രം വ്യത്യാസത്തിൽ BJP പിന്നിലാണ്. ബംഗാളിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ലീഡ് നിലമാകുന്നു. ആലത്തൂരിൽ ഇപ്പോഴും LDF ലീഡ്, പാലക്കാട് LDF ലീഡ്, വടകരയിൽ LDF ലീഡ്, കണ്ണൂരിലും ലീഡ്. അത് പ്രതീക്ഷ കാര്യമാണ് തപാൽ വോട്ടുകളിൽ. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലെ ലീഡ് അത് UDFനെ ആവേശം കൊള്ളിക്കുന്ന ലീഡാണ്. തരൂർ വീണ്ടും മുന്നിൽ. മഞ്ജുഷ, വളരെ വ്യക്തമാണ്. UDFന്റെ പരമ്പരാഗത മേഖലകളിൽ വലിയ മുന്നേറ്റം കേരളത്തിൽ UDF നടത്തുന്നുണ്ട്. ഇടുക്കി ഉദാഹരിക്കാം, 3000-ലധികം ലീഡ്. കോട്ടയത്തേക്ക് വരുമ്പോൾ 843 വോട്ടുകളുടെ ലീഡിലേക്ക് കോട്ടയത്ത് UDFന്റെ അവസ്ഥ മാറുന്നുണ്ട്. അങ്ങനെ പരമ്പരാഗത UDF മേഖലകളിൽ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ തപാൽ വോട്ടുകൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ചിത്രം. അതാണ് സംസ്ഥാന സാഹചര്യം. ഇനി വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് തപാൽ വോട്ടുകളുടെ മാത്രമല്ല EVM-കളുടേതുമാണ്. ഇടുക്കിയിൽ ഇപ്പോൾ UDF 9765, LDF 6666, UDFന്റെ ലീഡ് 3099.
ഇവിടെ കാസർഗോഡ് മാറി 217. കാസർഗോഡ് ഉണ്ണിത്താൻ ലീഡ് ചെയ്യുന്നത് 217 വോട്ടുകൾക്കാണ്. ആലത്തൂരിൽ LDF-ന് 370, UDF-ന് 390. UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയുടെ ലീഡാണ് വന്നിട്ടുള്ളത്. 3099 ആയി. തൃശ്ശൂരിൽ LDF-ന്റെ